പൈസ ഇല്ലുണ്ട് കയ്യിൽ. എനിക്കൊന്ന് ടൂർ പോകാനാണ്. പിണറായിയുടെ പൈസ എടുത്തിട്ടാണ് പോയിട്ട് തെളിവുണ്ട്. എന്താ അങ്ങനെ വിദേശത്ത് പോകാൻ പാടില്ല? അയക്കടെ ഭാര്യയും കുടുംബവും ഒക്കെ ആയിട്ട് പോണതിന് ഇപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അയാള് ഒരു സെൽഫിഷ് മൈൻഡാണ്. അത് നമുക്ക് കുഴപ്പമില്ല. അതിന് എന്തെങ്കിലും കാണുമ്പോൾ ഈ കാരണം അറിയില്ലല്ലോ അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യം. ഓരോരു വീട് നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ നാട് നന്നാകും, രാജ്യം നന്നാകും, അതൊക്കെ ചിന്തിച്ച് പോയാൽ നല്ലത്. അവരുടെ പോക്കറ്റ് നിറഞ്ഞുകൊണ്ടായില്ലല്ലോ, പാവങ്ങളുടെയും മറ്റുള്ളവരുടെയും പോക്കറ്റ് നിറയണമല്ലോ. സ്വന്തം അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്ത പോയിട്ടുണ്ട്. അസാധ്യമെന്ന് കരുതത് ഇനി സാധ്യമാകും ഹാട്രിയിലൂടെ. ഹാട്രി ഹെയർ ട്രാൻസ്പ്ലാന്റ് ആൻഡ് PRP ക്ലിനിക്. വിഷയം എന്ന് പറഞ്ഞാൽ പിണറായി വിദേശയാത്രയ്ക്ക് പോയതാണ്. അതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? അതിനെപ്പറ്റി പുള്ളി കാണിച്ചത് എന്നാ പറയുന്നത്, മഹാമോശമായി പോയി കാണിച്ചിരിക്കുന്നത്. ചുമതലകളൊന്നും ഏൽപ്പിക്കാണ്ടാണ് പോയിരിക്കുന്നത്. ആ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ അങ്ങ് പോയിരിക്കുകയാണ്. ഇപ്പോൾ ഇലക്ഷൻ അടുക്കുമ്പോൾ ഇത് പെൻഷൻ കിട്ടിയായിരുന്നു, ഇപ്പൊ പിന്നെ നിർത്തലാക്കി. അത് കൺവെൻഷന് വേണ്ടി പൊടി വീഴല്ലേ, അത്രേ ഉള്ളൂ. ഇലക്ഷന് വേണ്ടി അവർ കൊടുത്തതുള്ളൂ, അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും. ഇപ്പൊ വിദേശയാത്രയാണ് കൂടുതലും വിഷയങ്ങളായിട്ട് നടക്കുന്നത്. അതിനെ പറ്റിയിട്ട് എന്താണ് അങ്ങനെ വിദേശത്ത് പോകാൻ പാടില്ലേ? സുധാകരൻ പോയിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ കാറിലാണ് അങ്ങേര് അവിടെ ഓടി നടന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കാറിൽ അമേരിക്കൻ പ്രസിഡന്റിനെ മാത്രമേ ഉള്ള കാർ, ആ കാറിൽ ഓടി നടന്നത്. അതിനെക്കുറിച്ചൊരു വിമർശനവും ഇല്ല. പിണറായി വിജയൻ പോണേ എന്താ, അയാൾ സാധാരണ മനുഷ്യനല്ലേ. ചുമതലകളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. അത് നിങ്ങളോട് പത്രക്കാരോട് പറയണതിനാ, ഞാൻ എൻ്റെ ചുമതല നിങ്ങളെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞതിന് കാര്യങ്ങളൊക്കെ നടക്കണല്ലേ കേരളത്തിൽ. ഇലക്ഷൻ അടുക്കുമ്പോഴാണ് 2-3 മാസത്തെ പെൻഷൻ കൊടുത്തത്. ഇപ്പോൾ ഇലക്ഷൻ ഈ പെൻഷൻ എവിടെ നിന്നുണ്ടാക്കിയതാ, ആരുണ്ടാക്കിയതാ പെൻഷൻ, എവിടെ നിന്നുണ്ടാക്കിയാണ്? നിയമപരമായിട്ട് ചോദ്യം ചെയ്യാനുള്ള അവകാശം ആർക്കെങ്കിലും ഉണ്ടോ? ഒരു സർക്കാർ വന്നു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ നയപരമായ ഇതൊക്കെ സാധാരണ ജനങ്ങൾക്ക് അവകാശപ്പെട്ടതല്ലേ? ഇത് കൊടുക്കാതിരുന്നപ്പോൾ എന്താ മുണ്ടാണ്ടിരുന്ന ആളുകൾ? ഇപ്പം മറിയക്കുട്ടിനെയൊക്കെ വിളിച്ചിറക്കിയിട്ട് നിങ്ങൾ സമരം ചെയ്യാനൊക്കെ നടക്കണ്ടല്ലോ. എന്താ അതിനു മുമ്പ് കൊടുക്കാണ്ടിട്ടുണ്ട് പോലൊരു സർക്കാർ, എന്നിട്ട് എന്താ മുണ്ടാണ്ടിരുന്നത്? വന്നിരുന്നൊന്നും മുണ്ടിയില്ല എല്ലാവരും. അതെന്താ മുണ്ടാണ്ടിരുന്നത്? സത്യത്തിൽ പത്രക്കാരെ കുഴപ്പമുണ്ടാക്കണം ഇവിടെ. അതെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യൂല, അല്ലാത്തോടത്തിട്ട് പോയി ചൊറിയതാ നിങ്ങളുടെ പണി. ഇപ്പൊ എല്ലാ പത്രങ്ങളും അല്ലേ മുഖ്യമന്ത്രി വിദേശത്ത് പോയതാണ് നിങ്ങൾ ചോദിക്കാനുള്ളത്. അതിനു മുമ്പുള്ള നേതാക്കന്മാർ പോയത് ആരും ഒന്നും പറയാനില്ല. കാശിന്റെ കാര്യം പറഞ്ഞു. മറൈൻ ഡ്രൈവില് സമ്മേളനം നടത്തിയിട്ടേ ചരിത്രത്തിൽ ആദ്യമാണ് നോട്ടെണ്ണ മെഷീൻ കൊണ്ടുവന്ന് വെച്ചിട്ട് കാശെണ്ണി പിരിച്ചത്. എന്നിട്ടും പറഞ്ഞത് കാശില്ലെന്ന്. നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് 150 കോടി രൂപ മീൻ വണ്ടിയിൽ കൊണ്ടുവന്നു. എന്നിട്ടും പറഞ്ഞത് കാശ്. ഇതൊക്കെ ജനങ്ങൾക്ക് ഉപകാരമായോ? ജനങ്ങൾക്ക് ഉപകാരമായോ ഈ കാശാ? ജനങ്ങൾക്ക് ഉപകാരമാവില്ല. ഇതൊക്കെ അവർ തല്ലെടുത്തോല്ലേ, അവരുടെ പോക്കറ്റിലേക്ക് പോകല്ലേ കാശ്. എന്നിട്ടും കാശില്ലെന്ന് അതാണ് ചോദിക്കുന്നത്. അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ശരിയല്ല, ഇതൊന്നും ശരിയല്ല. ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച്. രാഷ്ട്രീയ പാർട്ടിയിലും കേട്ടോ, അത് ചേട്ടന്റെ അഭിപ്രായം ചേട്ടൻ പറയുന്നതല്ലേ ഉള്ളൂ, അല്ലാണ്ട് വേറെ എന്തിനെതിരൊക്കെ പേടിക്കേണ്ടത്? എന്തിനു പേടിയൊന്നുമില്ല, പേടിക്കരുത്, അങ്ങനെ വേണം. ഓക്കെ, ചേട്ടന്റെ പേരെന്താ? എൻ്റെ പേര് സതീശൻ. ഓക്കെ, താങ്ക് യു. ഇപ്പോഴത്തെ വിഷയം എന്ന് വെച്ചാൽ പിണറായി വിദേശയാത്രയ്ക്ക് പോയതാണ്. അതിനെ പറ്റി എന്താണ്? ആ വിഷയം മാത്രമല്ല, ഒരുപാട് വിഷയമുണ്ട്. അയാള് കേരളത്തിലെ പാവപ്പെട്ട നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം അയാള് പേഴ്സണലായിട്ട് അയക്കടെ ഭാര്യയും കുടുംബവും ഒക്കെ ആയിട്ട് പോണതിന് ഇപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ ചുമതലകളൊന്നും ആരെയും ഏൽപ്പിക്കാണ്ടാണ് പോയത്. അയാള് ഒരു സെൽഫിഷ് മൈൻഡാണ്, അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ അയാൾ ആരെങ്കിലും ചാർജെങ്കിലും കൊടുത്തുകൊണ്ട് പോകേണ്ടതാണല്ലോ, അത് ചെയ്തില്ലല്ലോ. അപ്പോൾ അത് കേൾക്കാനേ മാർക്സിസ്റ്റ് പാർട്ടി ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കണ്ടോ. നമ്മളാ പാർട്ടിയിലാണെങ്കിൽ ഒരിക്കലും അത് അനുവദിക്കില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ പിണറായി മോദിനെയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ കൂടുതലും മോദിയായിരിക്കും ഇഷ്ടം. മോദി എന്ന് പറഞ്ഞാൽ നല്ലവനായിട്ടൊന്നുമല്ല, വർഗീയത വളർത്തുന്ന ഒരാളാണല്ലോ അയാൾ. ആ രീതിയിൽ അയാൾ വളരെ മോശമാണ്. മറ്റേ രീതിയിൽ സെൽഫിഷ് മൈൻഡും സ്വാർത്ഥ താല്പര്യവും നടത്തുന്നത് പിണറായിയാണ്. താങ്ക് യു സോ മച്ച് ചേട്ടാ. പിണറായിയുടെ വിദേശയാത്രയെ പറ്റി എന്താണ്? അതിന് നമുക്കില്ല, അത് അവരുടെ ആവശ്യങ്ങൾക്കായിരിക്കും പോകുന്ന എല്ലാ കാര്യങ്ങൾ കാണാത്ത നമ്മൾ പോകത്തില്ലേ, നമുക്ക് ആവശ്യം വന്ന് നമ്മൾ പോയെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ചുമതലകളൊന്നും ആരെയും ഏൽപ്പിക്കാണ്ടാണ് പോയത്. അത് നമുക്ക് കുഴപ്പമില്ല. അതിന് എന്തെങ്കിലും കാണുമ്പോൾ ഈ കാരണങ്ങൾ നമുക്കറിയില്ലല്ലോ അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യം. ഈ പറയുന്ന ഒന്ന് പ്രവൃത്തി വേറൊന്ന് നമുക്കറിയില്ല കറക്റ്റ്. പിന്നെ നമ്മൾ ഇതിനെയൊക്കെ എങ്ങനെ ഇത് ചെയ്ത് പറയും?
ഒരാളെ ശരിയായിട്ടുള്ള നമ്മുടെ ഇപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് അവിടെ അറിയാൻ പറ്റുമോ? ഇല്ല എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. അവർ ചെയ്യുന്ന എന്തെന്ന് അവർക്കോ അവരുടെ കുടുംബത്തിനോ അല്ലെ ഭരണക്കാർക്കോ അറിയാം, നമുക്കറിയില്ല. നമ്മളതിനെപ്പറ്റി എന്തിനാണ് വെറുതെ പറഞ്ഞിട്ട് ഒരു കാര്യവും സാധിക്കാനില്ല. നന്നായി ചെയ്താൽ നല്ലത്. നമ്മൾ പിന്നെ ഒരു സ്ഥാനത്ത് കയറിയിരുന്ന രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യണം. അതാണ് എൻ്റെ അഭിപ്രായം. ആരായാലും അല്ലെ ഇതിന് പോകരുത്, അത്രയേ ഉള്ളൂ. അവരവരുടെ വീട് നോക്കാനായിട്ട് പോകല്ല. നമ്മുടെ നാട് നന്നാണ്, രാജ്യം നന്നാണ്, അതൊക്കെ ചിന്തിച്ച് പോയാൽ നല്ലത്. എല്ലാവരുടെയും പോക്കറ്റ് അവരുടെ പോക്കറ്റ് നിറഞ്ഞുകൊണ്ടായില്ലല്ലോ. പാവങ്ങളുടെയും മറ്റുള്ളവരുടെയും പോക്കറ്റ് നിറയണമല്ലോ. ആവശ്യങ്ങൾ കിടക്കണം, അതാണ് ആവശ്യം. നല്ല ഭരണം. താങ്ക് യു സോ മച്ച്. പിണറായിയുടെ വിദേശയാത്രയെ പറ്റി എന്താണ് പറയാനുള്ളത്? എൻ്റെ നിങ്ങളുടെയും പൈസയാണല്ലോ, എന്തും കാണിക്കാം. ജനങ്ങളുടെ പൈസ നമ്മുടെ പൈസ എന്തും കാണിക്കാം. പൈസ വല്ലതും ഉണ്ടോ കയ്യിൽ? എനിക്കൊന്ന് ടൂർ പോകാനാണ്. അപ്പോൾ എനിക്കൊന്നും എൻ്റെ പൈസ അല്ലല്ലോ, നമ്മുടെ കുടുംബത്ത് കാണിക്കുന്ന ചില കുട്ടികൾ കാണിക്കൂലേ, അച്ഛൻ്റെ അമ്മയുടെ കാശ്. പറഞ്ഞത് പിണറായിയുടെ പൈസ എടുത്തിട്ടാണ് പോയിട്ട്. തെളിവുണ്ടോ? പറയാമല്ലോ, തെളിവില്ലല്ലോ. അവർക്ക് പറയാം അവരുടെ കാശ്. ഇപ്പോൾ നമ്മൾ ഏത് പാർട്ടിയാണെങ്കിലും ഒരു ബസ് സ്റ്റോപ്പ് എടുത്ത് അപ്പോൾ എഴുതി വെക്കും ഇന്ന ആൾ ചെയ്ത്. അവരുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നല്ലേ, നമ്മുടെ എല്ലാം പൈസ തന്നെയാണ് അല്ലേ. പിന്നെ എന്ത് പറയാൻ? ഇങ്ങനെ ചുമതലകളൊന്നും ആരെ ഏൽപ്പിക്കാണ്ടാണ് പറ്റില്ല. ഇല്ല, പുള്ളിയുടെ തോളത്തന്നെ കേരളം മൊത്തം. പുള്ളി പോയ കേരളം ഇല്ല, അതാണ് പുള്ളിയുടെ ചിന്താഗതിയാണ്. നമ്മളെന്ത് പറയാം, നമ്മൾ പിന്നെ സഹിക്കുക. ഇപ്പൊ വലിയ ചൂട് വരുന്നില്ല, ജനങ്ങൾക്ക് വേറൊരു നിവൃത്തിയില്ല. ഇപ്പൊ ചൂട് വരുന്നത് ഇങ്ങനെ സമരം ചെയ്യും നമ്മൾ, സൂര്യനെതിരെ ഇല്ല. അതേപോലെയാണ് അവരുടെ തോന്നിയ എന്തും കാണിക്കട്ടെ, സഹിക്കാൻ നമുക്ക് നോക്കാം. നല്ലൊരു പ്രതീക്ഷ നമുക്ക് ഉണ്ടാവുമല്ലോ. താങ്ക് യു സോ മച്ച് ചേട്ടാ. ഇപ്പോൾ നടക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ പിണറായി വിദേശയാത്രയ്ക്ക് പോയതാണ്. അതിനെ കുറിച്ച് എന്താണ് പ്രതികരിക്കാനുള്ളത്? പുള്ളിയുടെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്താൽ പോയിരിക്കുന്നത്, ഖജനാവിൽ പൈസ എടുത്ത് പോയിട്ടില്ല. എന്നാലും മുഖ്യമന്ത്രിയുടെ ചുമതലകളൊന്നും ആരെയും ഏൽപ്പിക്കാറില്ല. അപ്പോ ഈ ജനങ്ങൾക്ക് അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവും. ഏൽപ്പിക്കുന്ന കാര്യമില്ലല്ലോ, കാരണം ഇപ്പൊ ആരും ഏൽപ്പിക്കത്തില്ല. അത് ജനങ്ങൾക്ക് പ്രശ്നമില്ല. അതിനാണ് ഒരു മന്ത്രിമാരും ഭരിക്കുന്നില്ല, എല്ലാ സെക്രട്ടറിമാരാണ് ഭരിക്കുന്നത്. ഒരു മുഖ്യമന്ത്രിയോ പിണറായി ഒരു പ്രൈം മിനിസ്റ്ററും ഭരിക്കുന്നത് എല്ലാം അണ്ടർ സെക്രട്ടറി, ചീഫ് സെക്രട്ടറിമാരാണ് ഭരിക്കുന്നത്. അവർ ചുമ്മാ ഇരിക്കുന്നതേ ഉള്ളൂ. എല്ലാം ഗവൺമെന്റ് ഭരണകൂടം അവരാണ്, അല്ല ഒരു മന്ത്രിയോ അല്ല ഭരിക്കുന്നത്. പേരിനാണ് ഇതൊക്കെ. അല്ലത്രേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ ജനാധിപത്യത്തിൽ ഏറ്റവും തെറ്റ്. ഇതിന്റെ ഭരണഘടന നോക്കിയിട്ട് ഏറ്റവും ഈ ഉദ്യോഗസ്ഥന്മാരാണ് മൊത്തം ഭരിക്കുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ പിണറായി വിദേശയാത്രയ്ക്ക് പോയതാണ്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് എല്ലാ പിണറായി എന്നല്ല, സംസ്ഥാനം ഭരിക്കുന്ന ഏത് മുഖ്യമന്ത്രി ആയാലും ആ സമയം അവർ നല്ലതായിട്ട് വിനിയോഗിക്കും. ഉമ്മൻചാണ്ടി സാറായിരുന്നാലും അല്ലെങ്കിൽ പിണറായി സർക്കാരായാലും ആരെല്ലാം അവരെ ഇരിക്കുന്ന കസേരയിൽ ഇരിക്കുമ്പോഴേ അവർക്ക് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് താഴെ കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി ചുമതലകളൊന്നും ആരെയും ഏൽപ്പിക്കാണ്ടാണ് പോയിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഇത് രീതി വെച്ച് നോക്കി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഇപ്പൊ തന്നെ ഇലക്ഷൻ അടുക്കുമ്പോൾ ആണ് പെൻഷൻ കൊടുത്തത് കുറച്ച് മാസത്തെ. അത് പിന്നെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അത് നിർത്തലാക്കി. അത് ശരിയാ. അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ജനങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? ജനങ്ങളിൽ പല രീതിയിൽ പ്രതികരിക്കും. കുറച്ച് പേര് അത് സപ്പോർട്ട് ചെയ്ത് പ്രതികരിക്കും, കുറച്ച് പേര് അതിനെ എതിർത്തും പ്രതികരിക്കും. അതൊക്കെയാണ് പറയുന്നത്. താങ്ക് യു സോ മച്ച്. ആ ചേട്ടൻ. അപ്പൊ ഇപ്പോ നടന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ വിവാദം എന്ന് വെച്ചാൽ പിണറായി വിദേശത്ത് പോയിട്ടുള്ളതാണ്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് പിണറായി വിദേശത്ത് പോയതിനെക്കുറിച്ച് നമുക്കൊരു വ്യക്തിപരമായ കാര്യങ്ങളും നമ്മൾ എന്തിനാണ് പോയതെന്ന് ഇപ്പം നിങ്ങളുടെ വീട്ടിലെ കുടുംബ പ്രശ്നം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങളുടെ അസുഖങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾ എവിടെയും പോയി ചികിത്സിക്കും, അതിന് ഏത് സഹായവും ചെയ്യും. പക്ഷേ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ചുമതലകൾ ഏൽപ്പിച്ചിട്ട് വേണ്ടേ പോവാൻ? ഇവിടെ എന്തിനാ കുറവുള്ളതെന്ന് പറ. മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇനി നാളെ ഒരു പ്രളയം പെട്ടെന്നുണ്ടായെന്ന് വെച്ചു, ഇവിടെ തടയാൻ ശക്തിയുണ്ട്. അതിൻ്റെ ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രിയല്ലേ ഇപ്പം, ഒരു കമ്മ്യൂണിസ്റ്റ് പോയാൽ മതിയോ? അല്ല, അങ്ങനെ ഇല്ലല്ലോ. അങ്ങനെ ഇതിനു മുമ്പാണ് 18-ത്തെ പ്രളയം ഒന്ന് ആലോചിച്ച് നോക്കി, എന്തുറപ്പാണ് ഉണ്ടായിരുന്നത്? നമ്മൾ ചിന്തിച്ചായിരുന്നു വരുമെന്ന്, കോവിഡ് വരുമെന്ന് പ്രതീക്ഷിച്ചു. ഇപ്പോൾ ഇലക്ഷൻ എടുക്കുമ്പോൾ പെൻഷൻ കിട്ടി, ഇപ്പോൾ പിന്നെയും ഞാൻ പറഞ്ഞില്ലേ, പെൻഷനൊക്കെ ശരിയാണ്, പെൻഷനൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം മനസ്സിലാക്കും, നമ്മുടെ കുടുംബത്തിൽ ആദ്യത്തെ പെണ്ണിനെ കെട്ടിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരികയില്ല. ഒരു 4-5 ആണെങ്കിൽ ശാലം ബുദ്ധിമുട്ട് വരുമോ? രണ്ടാമത്തെ ഭരണമാണ്, അതിലൊത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം 500 എന്നുള്ളത് 600 ആക്കിയതും 600 എന്നുള്ളത് 1000 ആക്കിയതും 1000 എന്നുള്ളത് 1600 ആക്കിയതും പെൻഷൻ പിണറായി തന്നെയാണ്. പക്ഷേ 1600 ഞാൻ താങ്കൾക്ക് 1000 രൂപ തരാമെന്ന് പറഞ്ഞാൽ വൈകുന്നേരം തന്നില്ല നിങ്ങൾ വഴക്ക് പറയും.
കാരണം തരാമെന്ന് രാവിലെ പറഞ്ഞില്ലേ. തരാനുള്ളതല്ല, കിട്ടാൻ അർഹതപ്പെട്ടതുമല്ല, പക്ഷെ തരികയാണ്. അത് കിട്ടിയില്ലെങ്കിൽ ആ സമയം പോയെങ്കിൽ ഒരു ഒറ്റ ഉദാഹരണം ഈ പെൻഷനൊന്നും അർഹതപ്പെട്ടതല്ല. അതല്ല ഞാൻ പറഞ്ഞത്, കിട്ടേണ്ടതാണ്. പക്ഷെ കിട്ടാൻ താമസിക്കുമ്പോൾ ഏതാണ്ട് ആധികാരികമായിട്ട് തരാത്തത് എന്താ? അയാളുടെ വീട്ടിൽ നിന്നാണോ തരുന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. വേണ്ടേ? സത്യസന്ധമായിട്ട് പറഞ്ഞാൽ വേണ്ടേ? നമ്മുടെ ഇപ്പോഴല്ലേ നമുക്ക് കുറച്ച് ക്യാഷ് കിട്ടിയത്. എല്ലാത്തിനും അതിൻ്റെ ഞാനിപ്പോൾ പുതുക്കി പണിയുക, അതിനൊക്കെ എവിടെ നിന്നാണ് ഈ ഫണ്ട് വരുന്നത്? അല്ല, സ്വാഭാവികമായിട്ട് വേണമല്ലോ. ഇപ്പോൾ ഒരു കല്യാണം വരും. കല്യാണം വരുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ സംഭാവന കൊണ്ട് ഞാനും വരും. എന്നെ വിളിച്ചാൽ ഞാനും വരും. നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ടി തന്നെയാണ്. നിങ്ങളുടെ പേരെ പെയിൻ്റ് അടിക്കുകയല്ലേ? പെയിൻ്റ് അടിക്കുമോ? വീടിൻ്റെ അവിടെയൊക്കെ വൃത്തിയാക്കുമോ? അതെന്തിനാ? അത് നിങ്ങളെ കല്യാണം കഴിച്ചു വിട്ടാൽ പോരെ? നിങ്ങളുടെ വീട് വൃത്തിയായി കിടന്നാൽ ഇനിയിപ്പം നിങ്ങളിപ്പോൾ ഈ ഡ്രസ്സിൽ നടന്നാലേ ഉള്ളൂ എൻ്റെ അടുത്ത് വന്നൊരു ചായ വാങ്ങിത്തരാമോ എന്ന് ചോദിച്ചാൽ ഞാൻ ചായ വാങ്ങിത്തരുമോ? ഇതിലെ അലഞ്ഞു തിരിഞ്ഞ് സിഗരറ്റും ബീഡിയും വലിച്ച് നടക്കുന്ന ഒരുത്തനും വന്നൊരു ചായ മേടിച്ചു കൊടുക്കുന്നു ഞാൻ കുടിക്കുകയില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാവും. നമ്മുടെ മുഖ്യമന്ത്രി ആർഭാടമായിട്ട് ജീവിച്ചാൽ മാത്രമേ മുഖ്യമന്ത്രി ഒരു മുഖ്യമന്ത്രിക്ക് താമസിക്കാനാണോ ഒരു ക്ലിപ്പ് ഹൗസ്? അതിനുവേണ്ടി മാത്രമാണോ നിങ്ങളവിടെ കയറി ചെല്ലുന്നു? ഒരു വൃത്തികെട്ട രീതിയിലാണ് കിടക്കണമെങ്കിൽ നിങ്ങൾ എങ്ങനെ അതിനെക്കുറിച്ച് പിറ്റേ ദിവസം നിങ്ങൾ പത്രത്തിലിടും? അല്ലെങ്കിൽ ഇതേത് ചാനലിൻ്റെ ആണോ? ആയിക്കോട്ടെ, ആ ചാനലിൽ എന്നാ പറയും? എനിക്കൊന്ന് കയറാൻ മേലായിരുന്നു. അത്ര വൃത്തികേട് നമ്മുടെ പരിസരം. നമ്മളല്ല നന്നാവേണ്ടത്. നമ്മൾ ആദ്യം പരിസരം വൃത്തിയായി സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഈ പശുവിനെ ഇരിക്കാനുള്ള തൊഴുത്ത് പുതുക്കി പണിയായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ പശു ഉണ്ടോ? ചെറുപ്പത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിലെ പശുവിന് ഫാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടോ? അന്ന് ഇല്ല. എൻ്റെ വീട്ടിലെ പശുവിനും പട്ടിക്കും ഫാനുണ്ട്. പട്ടിക്ക് വരെ ഫാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കള്ളത്തരല്ല പറഞ്ഞു. അല്ല, ഫോൺ നമ്പർ വരാൻ ഞാൻ വീട്ടിൽ ചെല്ലുന്ന മുമ്പ് എടുത്തിട്ട് വരാം. അതെന്തിനാ? അത് നമ്മൾ എന്തിനാണ് ഒരു തൊഴുത്ത് വൃത്തിയാക്കുന്നത്? എന്തിനാണ്? നിങ്ങൾ ചില വീടുകളിൽ നിന്ന് പാല് കിട്ടിയാൽ നിങ്ങൾ കുടിക്കുമോ? ചില വീടുകളിൽ നിന്ന് നമ്മൾ ചെന്ന് വെള്ളം കുടിക്കുമോ എന്ന് ചോദിച്ചാൽ മതി. നമ്മൾ ചില വീട്ടിൽ ചെന്ന് വെള്ളം തന്നാൽ കുടിക്കുമോ? വേണ്ട. ഇതിൽ ഇച്ചിരി മുമ്പ് ഒരു ചേട്ടൻ ഇങ്ങനെ മദ്യപിച്ച് പോയി. പുള്ളിയോട് ചെന്ന് നിങ്ങൾ ഇൻ്റർവ്യൂ എടുക്കുമോ? അത് അതിൻ്റേതായ ഇൻ്റർവ്യൂ എടുക്കും. ഇപ്പോൾ ആ ചേച്ചിയുടെ അടുത്ത് നിന്ന് ആ പുള്ളി ബഹളം വെച്ചിട്ട് അങ്ങ് പോകും. ആ പുള്ളിയുടെ അടുത്ത് നിങ്ങൾ ഇൻ്റർവ്യൂ എടുക്കും. ഇപ്പോൾ ഒരു ചേട്ടാ നിന്ന് ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ ഇരിക്കേണ്ട പോലെ ഇരിക്കണം. ഒരു മുഖ്യമന്ത്രിയാണ് ഞാൻ. ഇപ്പം പണ്ട് ഉടുത്തോണ്ട് നടന്ന ഒരു കൈരും കൊണ്ട് ഉടുത്തോണ്ട് വന്ന് ഇവിടെ ഇങ്ങനെ വന്നിരുന്നിട്ടുണ്ട്. അത് എൻ്റെ എന്നെ ഇപ്പം നിങ്ങളൊരു ML അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പർ ആക്കെങ്കിൽ ഞാൻ പിറ്റേ ദിവസം രാവിലെ കൈകൊണ്ടെടുത്ത് നടക്കാൻ സാധാരണ രീതിയിൽ നടക്കുന്നതിന് കുഴപ്പമില്ല. ഞാൻ എന്നും വൈകിട്ട് നോക്കി ഇവിടെ വന്നിരിക്കാൻ പറ്റുമോ? എനിക്ക് എൻ്റേതായ ചുമതലകളില്ലേ? എന്നിട്ട് ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ കേട്ടു? മുഖ്യമന്ത്രിയുടെ മകൾ ഒക്കെ കേട്ടില്ലേ? എന്തേ അറസ്റ്റ് ചെയ്യാത്ത? അറസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്തേ തെളിയിക്കാതെ? ഞാൻ പറഞ്ഞല്ലോ, ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ തകർക്കാൻ പക്ഷെ അത് അത്രയും കണ്ട് കോൺഗ്രസിന് കൂട്ടു നിൽക്കാൻ പറ്റിയല്ല. തകർത്താലേ ഇവിടെ വിടവുണ്ടാവുള്ളൂ. വേറൊരു തൽപര കക്ഷിക്ക് ഇടിച്ചു കയറാനൊരു വിടവുണ്ടാകണമെങ്കിൽ ഈ പ്രസ്ഥാനങ്ങൾ 2-3 കാര്യങ്ങൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, ഇത് 3 നശിച്ചാൽ നിങ്ങൾ ഉദ്ദേശിച്ച മോഡി ഇവിടെ വരും. അതിന് നശിപ്പിക്കണം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാം. മോഡി സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 കൊല്ലം കഴിഞ്ഞാൽ എന്താവും എന്നുള്ളതല്ല. മോഡി സർക്കാർ 25 ഞാൻ പറഞ്ഞല്ലോ, ഇനിയും 3-ാം വട്ടം വരുമെന്ന് തോന്നുന്നു. വരുന്നതിനോട് ഒരു താല്പര്യമില്ല. പക്ഷേ ഇപ്പോഴത്തെ ഇന്നലെ വരെ മിനിഞ്ഞാന്ന് വരെ ഒരു ചാൻസുകൾ പുള്ളിക്കുണ്ടായിരുന്നു. പക്ഷെ മിനിഞ്ഞാന്ന് കഴിഞ്ഞ് അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ എന്നാൽ എനിക്ക് എതിർക്കത്തില്ല. ഞാനൊരു കമ്മ്യൂണിസ്റ്റ് മാത്രമല്ല അദ്ദേഹത്തെക്കുറിച്ച്. പക്ഷേ അദ്ദേഹത്തെ അനാവശ്യമായി തടങ്കലിൽ പ്രാർത്ഥിച്ചു ഇല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഈ കോടാലി ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? കോടാലി ഉറപ്പിക്കുന്നത് അറിയോ? മരം. കോടാലി അതിൻ്റെ തടി പിടിയും എന്ന് പറഞ്ഞാൽ മരം, അല്ലെങ്കിൽ തെങ്ങിൻ്റെ മരം, അതൊക്കെയാണ്. പക്ഷേ ആ മരം വെട്ടുന്നത് എന്തുകൊണ്ടാണ്? കോടാലി കൊണ്ടാണ്. അപ്പോൾ ആ മരത്തിൻ്റെ കാലനായിട്ടാണ് ആ മരം ഒരു കഷ്ണം കോടാലിക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അവരവരുടെ കാലനാണ്. അത് ഏതെങ്കിലും ഒരു സമയം വേണമല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു സമയമുണ്ടല്ലോ, അതിൻ്റെ സമയമാകുമ്പം ഇതെല്ലാം ഉണ്ടാകും. ഒരു ഇരച്ചു കയറ്റത്തിന് ഒരു ഇറക്കമുണ്ട്. ഈ ഇവിടെ കണ്ടില്ല, കയറി വരുന്നതനുസരിച്ച് ഇറങ്ങിപ്പോയി. മോഡി കയറി വന്നു. ഒരു പക്ഷേ ഇനി ഞാൻ പറയുന്നതിനപ്പുറമായിട്ട് മോഡിക്ക് ഭരണം കിട്ടിയാൽ ശാശ്വതമൊന്നുമല്ല. കാരണം അടിച്ചമർത്തി ഭരിക്കാൻ ആർക്കും പറ്റും ഇല്ലേ?
ഇപ്പം നിങ്ങളുടെ പുറകിൽ ഇപ്പം ഞാൻ നിങ്ങളെ പടലിക്ക് പിടിച്ച് തള്ളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ പുറകിൽ വൻ ശക്തിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ധൈര്യവും അതാണ്. സാധാരണ നടക്കുന്ന ഒരാളാണ് ഇങ്ങനെ വന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് ധൈര്യം. മോഡിയുടെ ധൈര്യം ഹിന്ദുക്കൾ മോഡിയുടെ പുറകിലുണ്ട് എന്നുള്ള ധാരണയാണ്. പാവങ്ങളെല്ലാം ഇതുപോലെ മതിൽ കെട്ടി നിങ്ങൾ മോഡി വന്നിട്ട് വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികം ഉണ്ടാകുന്നേ. നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വിളിച്ച് നിങ്ങൾ എൻ്റെ വീട്ടിൽ താമസിക്കാൻ വരുന്നു, പുതിയതായിട്ട് വരുവാണ്, എൻ്റെ വീട്ടിലെ എൻ്റെ മോൻ്റെ ഭാര്യയായിട്ട് വരുവാണ്. മോളും കെട്ടിയതാട്ടോ, പേടിക്കണ്ട. മോൻ്റെ ഭാര്യയായിട്ട് വരുന്ന മോള് വരുമ്പോഴേ അവിടെ വികസനം ഉണ്ടാക്കും. മോക്കത് ഉണ്ടാക്കിയത് അറിയണ്ട. ഞാൻ ആ വീട് പണിത് വെച്ചതിൻ്റെ മേളിൽ ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കാൻ മോൾക്ക് പറ്റും. ഞാൻ പറഞ്ഞ് മനസ്സിലായി. വീടിൻ്റെ മേളിൽ ഒരു മുറി പണിയാൻ മോൾക്ക് പറ്റും. പക്ഷെ ആ വീട് ഉൾപ്പെടെ പണിയാൻ പറ്റുമോ? സമ്പാദിച്ചു വെച്ച കോൺഗ്രസ്സുകാരുടെ നെഹ്റു കുടുംബത്തിൻ്റെ ഒറ്റയ്ക്ക് ഇന്ത്യ മഹാരാജ്യത്തെ വിലയ്ക്ക് വാങ്ങാൻ കഴിവുള്ള ആളായിരുന്നു നെഹ്റു കുടുംബം. ഇന്ത്യ വിലയ്ക്ക് തരുവാണെങ്കിൽ ഞാൻ എടുക്കുമെന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹത്തിൻ്റെ തൊട്ട് ഭരണകാലം തൊട്ട് ഇങ്ങോട്ട് ഉണ്ടാക്കി വെച്ച ആസ്തി എടുത്ത് ആർക്കാ ഉപയോഗിക്കാൻ മേലാത്ത? കോടി എത്രയാണ് കടന്നറിയാവോ ഇന്ത്യക്ക്? കേരളത്തിലെ കോടിക്കടമല്ലേ ഇവർ പറഞ്ഞത്? ലക്ഷക്കണക്കിന് കോടി രൂപയാണ് കടം എടുത്തിരിക്കുന്നത്. ആരാ ചോദിക്കാനുള്ള? റിസർവ് ബാങ്ക് അവരുടെ അല്ലേ? കമ്മട്ട എടുത്ത് 2 അടിച്ചാൽ പോയി. അപ്പോൾ എന്തായാലും മോദി സർക്കാരിന് ഞാൻ ശക്തമായ എതിരാണ്. ഈ പറയുന്നത് 1990, 92, 95 വരെ ഒരു RSSകാരനായിരുന്ന ആളാണ്. മനസ്സിലായോ? കേരളത്തിൽ വാഴിക്കാൻ പറ്റിയതല്ലത്. സ്വകുടുംബത്തിലുള്ളവരെ തകർക്കാനുള്ള ആയുധമാക്കി വളർത്തുകയാണ് ഓരോ കുട്ടികളെയാണ്. അതാണ് അതിൽ നിന്ന് പഠിക്കുന്നത്. എൻ്റെ പേര് VS ഓമനക്കുട്ടൻ. VS ചേർക്കാൻ മറക്കരുത്. അച്യുതാനന്ദനും ഞാനും.